നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് അവതരണത്തിന് ശേഷം നിരവധി പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രധാന പ്രഖ്യാപനങ്ങളാൽ സമ്പന്നമായ ഇത്തവണത്തെ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും ഒരു പൂക്കാലം തന്നെയാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. തലസ്ഥാന നഗരത്തെ ചൊല്ലി പ്രതിസന്ധിയിലായിരുന്ന ആന്ധ്രാപ്രദേശിന് ഇത്തവണത്തെ ബജറ്റിൽ ആശ്വാസകരമായ പ്രഖ്യാപനമാണ് ഉണ്ടായത്. തലസ്ഥാനമായി അമരാവതിയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി 15,000 കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിന് വേണ്ടി ധനമന്ത്രി പ്രഖ്യാപിച്ചത്. തലസ്ഥാന നഗരം എന്ന ആന്ധ്ര സർക്കാരിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചിരിക്കുകയാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് ആന്ധ്രയ്ക്ക് തലസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർന്നത്. അതുവരെ ആന്ധ്രയുടെയും തെലങ്കാനയുടെയും തലസ്ഥാനം ഹൈദരാബാദായിരുന്നു. പുതിയ ബജറ്റ് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് ഒരു വിജയം കൂടിയാണ്. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ സുഗമമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ആന്ധ്രാപ്രദേശിലെ പോളവാരം ജലസേചന പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ധനസഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളം, വൈദ്യുതി, റെയിൽവേ, റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായ ഫണ്ടും കേന്ദ്രം നൽകും. കൂടാതെ വിശാഖപട്ടണം ചെന്നൈ വ്യാവസായിക ഇടനാഴികയ്ക്കും ഹൈദരാബാദ് ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ പദ്ധതിക്കും മൂലധന നിക്ഷേപത്തിനായി അധിക വിഹിതം നൽകുമെന്നും ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ആന്ധ്രയ്ക്ക് കൈ നിറയെ സഹായം കിട്ടിയിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന്. വരുന്ന തെരഞ്ഞെടുപ്പിൽ നായിഡുവിന് അനുകൂലമായി കാറ്റ് വീശുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.